ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചു തുടങ്ങിയാണല്ലോ. ദൈവത്തിന്റെ കൃപയാലെ ഗലാത്യ ലേഖനം പഠിച്ചു തീർക്കാൻ ദൈവം നമുക്ക് കൃപ തന്ന് ദൈവത്തിന് നമ്മളുടെ വലിയ സ്നേഹമാണ്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം ഇൻട്രൊഡക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് മുൻപായി നമ്മൾ എന്തിനാ ദൈവവചനം പഠിക്കുന്നത്, അതിന്റെ ഒരു പ്രാധാന്യതയെക്കുറിച്ച് 2-3 വാക്കുകളിലെ കുറച്ച് വാക്യങ്ങളും വായിച്ച് നമുക്കൊന്ന് പോകാം. ജസ്റ്റ് 5 minutes. നമുക്ക് നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മുടെ രക്ഷിതാവാണ്. ദൈവം നമ്മെ വീണ്ടും ജനിച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 1:23 വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാൻ വായിക്കാം. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം ദൈവവചനമാണ് നമ്മെ, ആ ദൈവത്തിന്റെ വചനത്താലാണ് നാം വീണ്ടും ജനിച്ചത്, അല്ലെ? അപ്പം ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചവരെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പാലെന്ന വചനം കുടിച്ച് നമ്മൾ വളരണമെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം നമ്മള് വചനത്താൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാക്കി തീർക്കണം. അപ്പൊ ഇവിടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം എന്തിനാ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് എന്ന് വായിച്ചു വിടാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം ദൈവവചനത്താൽ ദൈവം നമ്മെ ജനിപ്പിച്ചത് എന്തിനാ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, അല്ലെ? നമുക്ക് വേണ്ടി ദൈവം ഒരു തേജസ്കരണം ഒരുക്കിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ നമ്മളെയൊക്കെ കർത്താവ് എടുക്കാനുള്ളതാണ്. ആ സമയം വരെയും നാം ഈ ലോകത്തിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മൾക്ക് വചനം എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 8:29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം ദൈവം നമ്മെ മുന്നറിഞ്ഞു, ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു ദൈവത്തിന്റെ വചനത്താൽ. പക്ഷെ നമുക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് ദൈവം ഇതെല്ലാം ചെയ്തതിന്, അല്ലെ? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപമാകണം. അപ്പൊ ഈ കാലത്തിൽ, അല്ലെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനോടല്ലെ ക്രിസ്തുവിനോട് നാം അനുരൂപമാകണമെങ്കിൽ നാം ഈ പോക്കൊന്നും പോയാൽ പോരാ, വചനത്താൽ നമ്മള് ശുദ്ധീകരിക്കപ്പെട്ട് നടത്തണം. അപ്പൊ ആ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിത്തീരുമ്പോൾ, അങ്ങനെ വേണമെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ചിലതൊക്കെ ചെയ്തേ മതിയാകത്തുള്ളൂ. ഇപ്പൊ സങ്കീർത്തനം തുടങ്ങുമ്പോൾ 1-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം ഈ ലോകമൊക്കെ ദുഷ്ടന്മാരുടെയും പാപികളുടെയും പരിഹാസികളുടെയും വഴിയൊക്കെയാണല്ലേ. അപ്പൊ നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഒരു കാലത്ത് നാം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഒരു നാളത്ത് നമ്മൾ പാപികളായിരുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ദൈവവചനം കൂടിയേ പറ്റൂ, അല്ലെ? അപ്പൊ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവൻ എങ്ങനായി തീരും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെയായി നാം തീരണം. അതിന് എന്തുവാ നമുക്ക് പ്രയോജനപ്പെടുന്നത്? തിരുവചനം. 2 തീമോഥെയോസ് 3:16 വായിക്കാം. 2 തീമോഥെയോസ് 3:16. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവൻ ആകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പം ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കണം. നമ്മുടെ ചുറ്റും പാപികളാണ്, പരിഹാസികളാണ്, എല്ലാം ദുഷ്ടന്മാരാണ്, അതല്ലേ വചനം പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ നടത്തി ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനവും നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുമാണ്. അപ്പോ ആ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ അത് വലിയൊരു ഭാഗ്യ അവസ്ഥയാണ്. ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം ദൈവം തന്നിരിക്കുന്ന അവസ്ഥ. പലരും വചനം വായിക്കുന്നുണ്ട്, അത് അവരുടെ ഈ തലയ്ക്ക് മാത്രമേ ഇരിക്കുന്നുള്ളൂ, താഴോട്ട് ഇറങ്ങരുത്. അപ്പൊ രണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി ഹൃദയത്തിൽ വന്നാൽ മാത്രമേ രൂപാന്തരം ഉണ്ടാകൂ. അപ്പൊ രൂപാന്തരം ഉണ്ടായാൽ മാത്രമേ, ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ രൂപാന്തരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ കഴിയത്തുള്ളൂ. അതാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നതിന്റെ പരമമായ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാണ്. അതിനാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പം ദൈവത്തിന്റെ മനുഷ്യർ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായി തീരണമെങ്കിൽ ദൈവവചനം പഠിക്കണം. അത് നമ്മെ ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ പ്രാപ്തരാക്കും. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. നമ്മൾ എഫേസ്യ ലേഖനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ ദൈവത്തിന്റെ വചനവും നമ്മെ ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നതായി തീരണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നുണ്ടല്ലേ. എഫേസ്യ ലേഖനം വരുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണമെന്ന് പറയുന്നു. അപ്പം നമ്മള് ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരണം. പാലല്ല, കട്ടിയായ ആഹാരം തന്നെ കഴിച്ചാൽ മാത്രമേ പക്വതയുള്ളവരായി തീരുകയുള്ളൂ. കുഞ്ഞുങ്ങൾ കുടിക്കുന്ന പോലെ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വളർച്ച ശരിയാകത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കൾ വചനം ദിവസം പ്രതി കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ, അല്ലെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിലായി തീരുവാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ കീ വേർഡ്സ്, താക്കോൽ വാക്യങ്ങള് രണ്ട് ഭാഗമുണ്ട്. ഞാൻ രണ്ടും ഒന്ന് വായിച്ചു പോകാം. നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. രണ്ടാമത്തെ അധ്യായം 8, 9 വാക്യങ്ങൾ. രണ്ടാമത്തെ അധ്യായം 8, 9 വാക്യങ്ങൾ. ഓക്കെ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം തന്നെ അതേ വാക്കല്ലേ, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പം എവിടെ എഫേസ്യ ലേഖനത്തിന്റെ പ്രധാന ഒരു പ്രമേയമെന്ന് പറയുന്ന യഹൂദന്മാരും യവനന്മാരും ക്രിസ്തുവിൽ ഏക ശരീരം ആകും എന്നുള്ള ആ ഒരു സഭയുടെ മർമ്മമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, എല്ലാം ഒന്ന് തന്നെയുള്ളൂ. പല സഭാ വിഭാഗങ്ങളായിരിക്കാം,
അതെല്ലാം ചിന്താഗതികളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു, ഒരു വിശ്വാസമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി അതാണ് നമ്മുടെ കീ വേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓദർ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസ് ആണ്. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചാലും പലർക്കും പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം ഈ ലേഖനത്തിൽ നിന്ന് തന്നെ. 1:1 ഇവിടെ പറയുന്നുണ്ട്, ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. നമുക്ക് അത്രയും മതി. അപ്പം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഇനി 3-ാം അധ്യായം 1-ാം വാക്യവും പറയുന്നുണ്ട്, അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ. അപ്പം പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ടതാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം നമുക്ക് എഴുതിയ കാലഘട്ടം ഏകദേശം AD 60 ഇത് എഴുതിയത്. പൗലോസ് അപ്പോസ്തലൻ റോമിൽ തടവിലായിരിക്കുമ്പോൾ, ഹൗസ് അറസ്റ്റിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. പൗലോസ് അപ്പോസ്തലൻ 2 വർഷത്തിലധികമായി ആ റോമയില് തടവിലിരുന്നു. അന്ന് ഹൗസ് അറസ്റ്റിലായിരുന്നു ഇരുന്നത്. തനിക്ക് റോമാ പൗരനായതുകൊണ്ട് തനിക്ക് വേറെ മാറി താമസിക്കാനായുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് പൗലോസ് അപ്പോസ്തലൻ അവിടെ താമസിച്ചിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഇത് കാരാഗൃഹ ലേഖനമാണ്. അപ്പൊ അവിടെ റോമയിലായിരുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ 4 ലേഖനങ്ങൾ എഴുതിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവയെ മുഴുവനായും കാരാഗൃഹ ലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. പ്രിസൺ എപ്പിസൽസ്, എഫേഷ്യൻസ്, കൊലോഷ്യൻസ്, ഫിലിപ്പീൻസ് ആൻഡ് ഫിലമൻ. ഒന്നുകൂടെ പറയാം, എഫേഷ്യൻസ്, കൊലോഷ്യൻസ്, ഫിലിപ്പീൻസ് ആൻഡ് ഫിലമൻ. അപ്പൊ ഇത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലാണ് നമുക്കിത് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം 2 വർഷം താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ റോമ തടവുകാരനായി പാർത്തിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതി. എവിടെ വെച്ചെഴുതി? റോമയിൽ കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് എഴുതി. ആർക്ക് എഴുതി? എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതി. ഏത് കാലഘട്ടത്തിലായിരുന്നു? AD 60 അടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ആരുടെ കയ്യിലാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ വിശുദ്ധന്മാർക്ക് കൊടുത്തയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 6:21. തിഹിക്കോസിന്റെ കയ്യിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലെറ്റർ കൊടുത്ത് വിടുന്നത്. വായിക്കാം. എഫേസ്യ ലേഖനം 6:21. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നും എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തികിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. അപ്പം തികിക്കോസിന്റെ കയ്യിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം കൊടുത്ത് വിടുന്നത്. നമുക്ക് എഫേസോസിലെ വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. അപ്പം എഫേസോസ് എന്ന സ്ഥലം ഏഷ്യ മൈനറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ആയിരുന്നു, ഒരു സിറ്റി ആയിരുന്നു. അപ്പൊ അത് ഇപ്പോഴത്തെ ടർക്കിയിലാണ് അതുള്ളത്. അതൊരു കൊമേഴ്സ്യൽ സിറ്റി ആയിരുന്നു. അവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ആർത്തമിസ് ദേവിയുടെ ക്ഷേത്രമായിരുന്നു. പ്രിൻസസ് ഡയാന, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഗോഡസ് ഡയാന. അത് നമുക്കറിയാം, ഏഷ്യൻ വേൾഡിലെ 1 ഓഫ് ദ 7 വണ്ടേഴ്സ് ആയിരുന്നു ആ ഡയാന ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ചക്രവർത്തി ആരാധിച്ചുകൊണ്ടിരുന്ന സമയം ഒരു കാലമായിരുന്നു അത്. അതുപോലെ തന്നെ അനേകം വിഗ്രഹങ്ങളെയും ദേവന്മാരെയും ദേവിമാരെയും ആരാധിച്ചിരുന്ന ഒരു സ്ഥലം ആയിരുന്നു അതെ. നമ്മള് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന AD 60 പൗലോസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയായിരുന്നു എഫേസ്യയിലെ സഭ എന്ന് പറയുന്നത്. AD 52 തന്റെ 2ാമത്തെ മിഷണറി യാത്രയിലായിരുന്നു പൗലോസ് അവിടെ പോവുകയും ഈ സഭ സ്ഥാപിക്കുകയും ചെയ്തത്. ഏകദേശം താന് ക്രിസ്ത്യാനി ആയതിന് 30 വർഷത്തിന് ശേഷം ആയിരുന്നു. AD 52 പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയി. നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം പൗലോസ് അപ്പോസ്തലന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ AD 52 എഫേസ്യ സഭ
സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താൻ അവിടെ കുറച്ച് സമയം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് താൻ മൂന്നാമത്തെ മിഷണറി യാത്രയിലും താൻ അവിടെ പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19:1 മുതൽ 20 വരെയുള്ള വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാം മിഷണറി യാത്രയിലും താൻ അവിടെ പോയി. അവിടെ 3 വർഷത്തോളം അവിടെ താമസിച്ച് സുവിശേഷം അറിയിക്കുകയും അവിടെ താമസിച്ച് 3 വർഷത്തോളം സുവിശേഷം അറിയിക്കാം. നമ്മൾ കാണുന്ന തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയപ്പോഴും അവിടെ എതിർപ്പുണ്ടായപ്പോൾ താൻ വെളിയിലേക്ക് പോവുകയും വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായി തുറന്നോസിന്റെ പാഠശാലയിൽ താമസിക്കുകയും അതുപോലെ തന്നെ താൻ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നിന്ന് 19-20 അധ്യായത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ താൻ അവിടുന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ, ഞാൻ പറഞ്ഞില്ലേ അവിടെ 3 വർഷത്തോളം താമസിച്ചെന്ന് പറഞ്ഞു. അത് തിരിച്ചു വരുന്നതിന് മുമ്പേ അവിടുത്തെ മൂപ്പന്മാർക്ക് കൊടുത്ത അവസാന സന്ദേശമായിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-19, 20, 21 വാക്യങ്ങൾ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-19, 20, 21 വാക്യങ്ങൾ. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ തന്റെ തിരിച്ചു വരുന്നതിന് മുമ്പേ അവരോടുള്ള പ്രബോധനമായിരുന്നു ഇത് എന്ന് പറയുന്നത്. അതിൽ അവരുടെ നമ്മള് 20-19 മുതൽ 21 വാക്യങ്ങളില് അവരോടുള്ള സ്നേഹം കാണുവാനായിട്ട് കഴിയും. പറയുന്ന പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സത്യവചനം സംസാരിക്കുന്നത് ചെയ്യണമെന്ന ഒരു കാര്യമാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കരുത്, അങ്ങനെ അല്ലെ. അപ്പൊ നമ്മള് ഈ അവരോടുള്ള ഉപദേശം, അവരുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന് നമ്മൾ പറയും. എഫേസോസിലെ മൂപ്പന്മാരുള്ള വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കാരണം എഫേസോസിലെ ആ സഭയെ കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലന്റെ ആശങ്കയായിരുന്നു അതെന്ന് പറയുന്നത്. പൗലോസ് പോയതിനു ശേഷം അവിടെ കള്ള ഉപദേഷ്ടാക്കന്മാർ വരികയും അതുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളുടെ ആ ഉപദേശത്തിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളത്. ഓക്കെ, 20-28 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. അപ്പൊ നമ്മളോടുള്ള ഒരു ഇതാണ്, നമ്മളെ തന്നെ നാം ആദ്യം സൂക്ഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സൂക്ഷിക്കാനായിട്ട് ഒക്കെയുള്ളൂ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ആത്മാവിനാൽ പൗലോസ് പറയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. പൗലോസിന്റെ ആ ഒരു വലിയൊരു ആശങ്ക കണ്ടോ? നമ്മൾ ഗലാത്യ ലേഖനം പഠിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മള് കൊരിന്ത്യ ലേഖനം പഠിച്ചവൻ പറഞ്ഞില്ലേ, സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ പൗലോസ് അപ്പോസ്തലന്റെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോഴേ കാണുവാനായിട്ട് കഴിയുന്ന ഭയങ്കര കഷ്ടതകളെ കുറിച്ച് കുറെ കഷ്ടതകൾ അവിടെ പറഞ്ഞു. അതിന്റെ അവസാനം പറയുന്നുണ്ട്, ദിവസേന എനിക്ക് സകല സഭകളെയും കുറിച്ചുള്ള
ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. കാരണം താൻ അനേകം സഭകൾ സ്ഥാപിച്ചു, അനേകർ കർത്താവിങ്കിലേക്ക് വന്നു. പക്ഷേ താൻ പോയതിനു ശേഷം അനേകർ കടന്നു വന്ന് ദുരുപദേശം പ്രചരിപ്പിച്ച് അവർ ഉപദേശത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മുന്നിൽ കണ്ട പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പേൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നു. അപ്പം അവര് എന്നിട്ട് നമ്മൾ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന അവര് കണ്ണുനീരോടുകൂടെ പൗലോസിനെ യാത്ര അയച്ചതായിട്ടാണ് കാണുന്നത്. വായിക്കാം. അവസാനത്തെ പ്രസംഗം കഴിഞ്ഞ് യാത്ര അയക്കുന്നു. 20:36. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്നു അവനെ യാത്ര അയച്ചു. അപ്പം പൗലോസിനെ വളരെ കണ്ണുനീരോടുകൂടെയാണ് അവരയച്ചത്. കാരണം 3 വർഷം 3 സംവത്സരത്തോളം അവരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച് അവരോടുകൂടെ വേല ചെയ്യുകയും അവരോടുകൂടെ ജീവിക്കുകയും ചെയ്ത പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ താമസിച്ചത് നമുക്ക് അറിയാം. നമ്മള് കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ വരെ 1.5 വർഷത്തോളം അവിടെ താമസിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 2 വർഷത്തിലധികമായി 3 സംവത്സരത്തോളം അവിടെ താമസിച്ചു. ഈ കരയുവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താൻ യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ വെച്ച് താൻ ആ തടവിലാക്കും എന്ന് പൗലോസിന് ആത്മാവിനാൽ അറിവ് കിട്ടിയത് കൊണ്ട് ഇനി അവരുടെ മുഖം കാണുകയില്ല എന്ന് അവരോട് പറയുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അവര് കരയുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മൾ വായിച്ചു കേട്ടായിരുന്നു. 20:38 നമ്മൾ വായിച്ചു, ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ. കാരണം ഇത് അവസാനത്തെ പ്രസംഗമാണ് ഇനി എഫേസോസിലോട്ടുള്ള. ഇനി ഇവിടേക്ക് വരികയില്ല. കാരണം താൻ കാരാഗൃഹത്തിലാകാനായിട്ട് പോകുന്നു, താൻ ബന്ധിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്ന മുന്നറിവ് പൗലോസിന് കിട്ടി. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം. യെരുശലേമിലേക്കുള്ള തന്റെ യാത്രയില് താൻ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവിനാൽ തനിക്ക് അറിവ് ലഭിച്ചു. ഓക്കെ, വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ 3 വർഷം അവരോട് വചനം പറഞ്ഞ പൗലോസ് ഇനി അവിടേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ വളരെ വിഷമിച്ചു. രാപ്പകൽ അവര് കരഞ്ഞു നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് കണ്ണുനീരോടുകൂടെ പൗലോസിന്റെ യാത്ര അയക്കുകയാണ് ചെയ്തത്. നമുക്ക് പോള് ആദ്യം അവിടെ സഭ സ്ഥാപിച്ചു. പോളിന് ശേഷം തിമത്യോസ് അവിടെ പാസ്റ്റർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസോസിലെ സഭയെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. വായിക്കാം. 1 തീമത്യോസിന്റെ ലേഖനം, തിമത്യോസ് 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. പൗലോസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തീമത്യോസ് വന്നപ്പോൾ ചെറുപ്പക്കാരനായിരുന്നു അല്ലേ. അപ്പം അവിടെ ചില കള്ള ഉപദേശകന്മാർ അവിടെ വന്നതായിട്ട് നമുക്ക് തീമത്യോസിന്റെ ലേഖനം തന്നെ 20-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. വായിക്കാം. 1:20. തീമത്യോസ് 1:20. ഹുമനയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ
സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം അവിടെ എല്ലാ സഭയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. സത്യവചനം പറഞ്ഞ് പൗലോസ് പോയതിന്റെ പുറത്ത് തീമോഥെയോസ് വന്നു, അവിടെ ദുരുപദേഷ്ടാക്കന്മാർ കയറി. പക്ഷെ ഈ ലേഖനം ഒരു ദുരുപദേഷ്ടാക്കന്മാരുടെ വായടയ്ക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അല്ലായിരുന്നു. നമുക്കത് പിന്നെ പഠിക്കാം. ഓക്കെ, അക്കാലത്ത് സഭയെ നുരഞ്ഞു കരഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് തീമോഥെയോസിന് ശേഷം നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ സഭയുടെ പാസ്റ്ററായി ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. താന് പത്മോസിലേക്ക് നാട് കടത്തപ്പെടുന്നത് വരെ എഫെസോസിലെ 90-ലധികം വയസ്സായ മൂപ്പനായ യോഹന്നാൻ അപ്പോസ്തലനാണ് അവിടെ പാസ്റ്ററായി ഇരുന്നത് എന്ന് കാണിക്കും. നമ്മള് വെളിപ്പാട് പുസ്തകം നോക്കുമ്പോഴേ അപ്പോസ്തലനായ യോഹന്നാന് ആസിയയിലെ 7 സഭകളെ കുറിച്ചുള്ള ദൂത് ലഭിക്കുമ്പോഴേ എഫേസ്യോസിലെ സഭയെ കുറിച്ചുള്ള ദൂത് പറയുമ്പോൾ അവർക്കൊരു കുറവ് കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ കുറവ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറവ് നിങ്ങളിൽ കാണുവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എഫേസോസിലെ സഭയ്ക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന സ്നേഹം എന്താണെന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയും. 6:24, എഫേസ്യ ലേഖനം 6:24. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ. അപ്പൊ അവരെന്തുവായിരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിച്ചവരായിരുന്നു. അങ്ങനെയുള്ളവരാണ് കുറെ നാളുകൾക്ക് ശേഷം ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ള കുറവ് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആദ്യം പൗലോസ് അപ്പോസ്തലൻ സഭ സ്ഥാപിക്കുന്നു, പിന്നെ തീമോഥെയോസ് അവിടെ ശുശ്രൂഷനായിരിക്കുന്നു. അതിനുശേഷം അവിടെ എത്ര പേരുണ്ടായിരുന്നു നമുക്കറിയില്ല. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെടുന്നതിന്റെ ആ അവസരം വരെയും യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു അവിടെ അവരെ നയിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഇതിന്റെ പർപ്പസ് നോക്കാം. എഫേസ്യ ലേഖനത്തിന്റെ പർപ്പസ്, പശ്ചാത്തലവും അതിന്റെ സന്ദേശവും നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനത്തെ പോലെയോ അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖനത്തെ പോലെയോ ദുരുപദേശത്തിനെതിരെയുള്ള ഒരു ലേഖനമല്ല ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ ലേഖനങ്ങളും തന്നെ സിറ്റുവേഷണൽ ആണെങ്കിലും എന്നായിരുന്നാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം, പൗലോസ് റോമയിലെ കാരാഗൃഹത്തില് അല്ലെങ്കിൽ അവിടെ ആയിരുന്ന സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. 20-ാം അധ്യായത്തിൽ കണ്ടു അവിടെ ദുരിതാശ്വാസക്കാരന്മാർ വരും, അതുപോലെ തന്നെ എന്താ പറയുന്നത് മൂപ്പൻ തെറ്റിച്ച് കളയുന്ന ചെന്നായ്ക്കൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ട്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ താൻ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ നമുക്ക് ഈ എഫെസ്യ ലേഖനമൊക്കെ കാണുന്ന എന്ത് ഭംഗിയല്ലേ അതൊന്ന് വായിക്കാനൊക്കെ. ആ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈ സഭയെ കുറിച്ച് ഓർമ്മ വരികയും അവരോട് ദൈവത്തിന്റെ കാര്യങ്ങളെ, സഭയെ കുറിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ലെറ്റർ എഴുതുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സഭയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ലെറ്റർ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അല്ലാതെ മറ്റ് ലേഖനങ്ങളെ പോലെ ദുരുപദേശത്തിനെതിരായുള്ള ഒരു ലേഖനമൊന്നും അറിഞ്ഞില്ല. അവരെല്ലാവരെയും 3 വർഷം അവിടെ പാർത്ത് അവരെല്ലാവരെയും നല്ലവണ്ണം അറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ അവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ഇനി നമ്മൾ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പോകാം. 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതല്ലേ? 1-ാമത്തെ വാക്യം, ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ എഫെസോസിലുള്ള വിശുദ്ധന്മാരായവർക്കാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. 1:1 എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇത് ഒരു സർക്കുലർ ലെറ്റർ ആയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സർക്കുലർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉള്ള ലെറ്റർ അല്ല. അവിടെയുള്ള ഹൗസ് ചർച്ചസിലൊക്കെയും ഒരു സഭയിൽ നമ്മൾ പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ സഭകളൊന്നും ഉണ്ടായിരുന്നില്ല. വീടുകളിലായിരുന്നു അവര് കൂടി വന്നിരുന്നത്. അങ്ങനെയുള്ള പല
കൂട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സഭയിൽ വായിച്ചു തീർന്നതിന് ശേഷം മറ്റു സഭകളിലേക്കും കൊടുക്കുവാനായിട്ടുള്ള ഒരു സർക്കുലർ ലെറ്റർ ആയിരുന്നു എന്ന് നമുക്ക് കണക്കുവാക്കാനായിട്ട് കഴിയും. എഫേസോസിലെ വിശുദ്ധൻ, നമുക്കത് ഇച്ചിരി താഴോട്ട് നമുക്ക് പഠിക്കാം. അവിടെയുള്ള എല്ലാ ചർച്ചസിനും വേണ്ടിയായിരുന്നു എഴുതിയത്. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1:1 മുതൽ 3:21 വരെയുള്ള വാക്യങ്ങളില് ക്രിസ്തുവിലുള്ള ഐക്യതയെ കുറിച്ചാണ് പറയുന്നത്. യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് 4:1 മുതൽ 6:24 വരെയുള്ള വാക്യങ്ങൾ യൂണിറ്റി ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയിലുള്ള ഐക്യത. 1 ക്രിസ്തുവേശുവിലുള്ള ഐക്യത, 2 സഭയിലുള്ള ഐക്യത, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലുള്ള ഐക്യത. ഇതിന്റെ പ്രധാന വിഷയങ്ങൾ എന്നുള്ളത് വിശ്വാസത്താൽ വിശ്വാസികൾ രക്ഷയിലേക്ക് വരിക എന്നുള്ളത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതി ആയിരുന്നു. ഗോഡ്സ് ഇറ്റേണൽ പർപ്പസ് ആയിരുന്നു, ഗോഡ്സ് ഇറ്റേണൽ പർപ്പസ് ഇൻ സാൽവേഷൻ. ആ വിശ്വാസികളുടെ രക്ഷയുടെ നിത്യമായ പദ്ധതി, ആ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് വിവരിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേറെ ഒരു ചിന്ത, ക്രിസ്തുവിൽ വിശ്വാസികൾക്കുള്ള ഉന്നത പദവിയെ കുറിച്ച് പറയുന്നുണ്ട്. ക്രൈസ്റ്റ് ആസ് എ സെന്റർ, ക്രിസ്തു ആ സഭയുടെ മധ്യം ആയിരിക്കും, സെന്റർ ആണെന്നുള്ള ഒരു ഉന്നത പദവി. ഇനി അടുത്തത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ചുള്ള മഹൽ സത്യം, ഒരു ലിവിങ് ചർച്ച് അല്ലെ. സഭ എന്ന് പറയുന്ന ലിവിങ് ആണ്, അവിടെ ലിവിങ് ആയിട്ടുള്ള ജീവനുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത് അല്ലെ. ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അവിടെ ഉള്ളത്. അപ്പം ആ ഒരു ലിവിങ് ചർച്ച്, ഒരു അഡിഷൻ, ഒരു ഫാമിലി കർത്താവിങ്കലേക്ക് വന്നിരിക്കുന്നു. യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച് ദൈവസഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് നമുക്ക് അവസാനത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന വിശ്വാസികളുടെ ആത്മീക പോരാട്ടവും അതിനെ എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം അവിടെ കാണുന്നുണ്ട്. അതെ, ക്രിസ്തുവിലുള്ള ഐക്യതയെ കുറിച്ച് പറയുന്നു, സഭയിലുള്ള ഐക്യതയെ കുറിച്ച് പറയുന്നു, നമ്മുടെ രക്ഷയിൽ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയെ കുറിച്ച് പറയുന്നു. ആ ക്രിസ്തുവിൽ നമുക്കുള്ള ഉന്നത പദവിയെ നമ്മളിവിടെ വായിക്കുമ്പോഴൊക്കെ കാണുന്നത് ഇൻ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൽ നമുക്കുള്ള ഉന്നത പദവിയെ കുറിച്ച് കാണുന്നു. പിന്നെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് കാണുന്നു. അതുപോലെ തന്നെ സഭയുടെ ആത്മീക പോരാട്ടത്തെ കുറിച്ചും, സഭയ്ക്കെതിരെയുള്ള ആത്മീയ പോരാട്ടത്തെ കുറിച്ചും, അതുപോലെ അതിൽ നാം എങ്ങനെ വിജയിക്കണം എന്നതിനെ കുറിച്ചും അവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പോകാം. സഭ എന്ന പ്രത്യേക മർമ്മത്തെ പറ്റിയാണ് താൻ ഇവിടെ പറയുന്നത്. അത് പറയുന്നത് വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതികളും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള സത്യം. പൗലോസ് ഇതിനെ മർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന യവനനും ക്രിസ്തുവിൽ ഒന്നാകണം ആയിത്തീരും എന്നുള്ള മർമ്മമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ സഭയെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുതു മനുഷ്യൻ എന്ന ഒരു പേരാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായവർ, സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര് പുതിയ മനുഷ്യൻ. ക്രിസ്തുവിനെ സഭയുടെ തലയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു സഭയുടെ തലയും നാം ഓരോരുത്തരും സഭ ക്രിസ്തുവിന്റെ ശരീരവുമാണ്. ക്രിസ്തു സഭയുടെ തലയും ക്രിസ്തുവിന്റെ ശരീരം സഭയും ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 1-ാം അധ്യായത്തിന്റെ പ്രധാന പ്രമേയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1-ാം അധ്യായം നമ്മള് ദൈവഹിതത്തിന്റെ മർമ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കാണുന്നത് 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിലാണ്. ദൈവഹിതത്തിന്റെ മർമ്മം, എനിക്കറിയാം ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇൻട്രൊഡക്ഷൻ എല്ലാം ആവുന്നുള്ളൂ, നമുക്ക് പതിയെ പഠിച്ചു പോകാം. 9-ഉം 10-ഉം വാക്യങ്ങളിലാണ് അത് കാണുന്നത്. വായിക്കാം. അവന് താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും
ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പം ദൈവം പണ്ട് അനാദികാല നിത്യതയിൽ ഒന്ന് മുൻനിർണയിച്ചായിരുന്നു സഭയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. ആ സഭ ക്രിസ്തുവിൽ എല്ലാവരും, വിശ്വസിക്കുന്ന യഹൂദന്മാരും വിശ്വസിക്കുന്ന ജാതികളും ക്രിസ്തുവിൽ ഒന്നായി ചേരും എന്ന കാലസമ്പൂർണ്ണ കർത്താവിന്റെ വരവിങ്കൽ ആ അന്ത്യകാല നിത്യതയിൽ ഒന്നായി ചേരും എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അതാണ് പൗലോസിയുടെ മർമ്മമായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം ക്രിസ്തുവിൽ ആരാണ് എന്ന് പറയുന്നു. ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്ന് പറയുന്നുണ്ട്. 22, 23 വാക്യങ്ങൾ ക്രിസ്തു സഭയുടെ തലയായി വാഴും എന്ന് പറയുന്നുണ്ട്. അപ്പം 1 മുതൽ 22 അല്ലെങ്കിൽ 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം ക്രിസ്തുവിൽ ആരാണ് എന്ന് കാണിക്കുന്നു, എഴുതിയിരിക്കുന്നു. 22, 23 വാക്യങ്ങൾ ക്രിസ്തു സഭയുടെ തലയായി വാഴും എന്ന് പറയുന്നു. ഇനി 2-ാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് യഹൂദന്മാരും ജാതികളും ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ വിശദീകരിച്ചിരിക്കുന്നു. പണ്ട് യഹൂദന്മാർ മാത്രമാണ് ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് സഭയുടെ ഭാഗമായി തീരും. അതെങ്ങനെയാണ് ക്രിസ്തുവിൽ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ സഭയുടെ ഭാഗമായി തീരുന്നത് എന്ന് അവിടെ വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ എങ്ങനെ ദൈവത്തോടും അന്യോന്യം നിരപ്പ് പ്രാപിക്കും എന്നും ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനായി തീരും എന്നും പറയുന്നു. അപ്പം ദൈവത്തോട് നിരപ്പ് വരണം, എന്നാൽ മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുകയുള്ളൂ. അതുപോലെ തന്നെ അന്യോന്യം നിരപ്പ് വരികയും വേണം. ആ നിരപ്പ് വന്ന പുതു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും കൂടി ക്രിസ്തുവിൽ ഒരു വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. 2-ാം അധ്യായം 18, 19, 20. അപ്പം വിശ്വസിക്കുന്ന യഹൂദന്മാരും വിശ്വസിക്കുന്ന യവനന്മാരും ക്രിസ്തുവിൽ ഒരു കൂട്ടമായി തീരും, അത് സഭയുടെ ഭാഗമായി തീരുമെന്നും ക്രിസ്തുവിൽ അത് എങ്ങനെ ഒരേ വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുന്നു എന്നും പറയുന്നു. 2:18 അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആര് മുഖാന്തരം? യേശുക്രിസ്തു മുഖാന്തരം. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. അപ്പൊ ക്രിസ്തു എന്ന ആ ഒരു മൂലക്കല്ലിൽ പണിതിരിക്കുകയാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിട്ട് ആ കെട്ടിടം നമ്മയും ഓരോ കല്ലുകളാക്കി അതിന്റെ മേളിൽ പണി വന്നിട്ട് ഒരു നിവാസമാക്കി തീർത്തിരിക്കും. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്നിവയിൽ പണിത് നമ്മളെയും ഓരോ കല്ലുകളാക്കി പണിതുകൊണ്ടേയിരിക്കുന്നു. ആ പണി തീരുന്നത് വരെ ഓരോ കല്ലുകളും ഓരോ കെട്ടിടത്തിൽ ഓരോ കല്ലുകൾ വെക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിട്ട് ഓരോ സമയത്ത് ദൈവം നമ്മെ വിളിച്ച് കല്ലുകളാക്കി തീർത്തിരിക്കുന്നു. മേളിലോട്ട് പണിതുകൊണ്ടേയിരിക്കുന്നു. പണി പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകുമ്പോൾ കർത്താവ് വരും. അതിനുവേണ്ടിയാണ് നാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇനി അപ്പം ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഒരുമിച്ച് പണിയപ്പെടുന്നു. ജാതികളെയും യഹൂദന്മാരെയും സഭയിൽ ഒന്നാക്കി പണിയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ഈ മർമ്മത്തിന്റെ ഈ സഭയുടെ സമ്പൂർണമായ വിശദീകരണം കാണാം. അവിടെ പൗലോസ് പറയുന്നു, 3:4 പറയുന്നു, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു മർമ്മം ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത്
ആറാം വാക്യത്തിലാണ് കാണുന്നത്. നമ്മൾ 4ഉം 6ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അത് വായിച്ചാൽ, ഞാനിത് നിങ്ങളുടെ എഴുതിയത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. 6ാമത്തെ വാക്യം, ആ മർമ്മം എന്താണെന്ന് പറയുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകേണ്ടത് തന്നെ. യഹൂദന്മാർ മാത്രം ദൈവത്തിന്റെ മക്കളെന്നില്ല, ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞിടത്തെ ക്രിസ്തുവേശുവിൽ ജാതികളും ക്രിസ്തുവേശുവിൽ കൂട്ടാളികളാവുന്ന ഏതുണ്ട്, സുവിശേഷത്താൽ അവരും ദൈവസഭയുടെ ഭാഗമാകും എന്നുള്ള വലിയൊരു മർമ്മം ആണ് അതവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം പറഞ്ഞു. ക്രിസ്തു തല, എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ ശരീരം എന്ന് കാണുന്നു. ഇനി 4ാം അധ്യായത്തിൽ ആ ശരീരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ശരീരത്തിന്റെ ഐക്യതയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പരിപാടിയുമാണ് പറയുന്നത്. അപ്പം ആ ശരീരം ഉണ്ടായാൽ പോരല്ലോ, അത് വളർന്നുകൊണ്ടേ ഇരിക്കണം. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് വളർന്നുകൊണ്ടേ ഇരിക്കണം, അല്ലെ? അപ്പൊ ആ ശരീരത്തിന്റെ വളർച്ചയെക്കുറിച്ചും അതിന്റെ ഐക്യതയെക്കുറിച്ചും ആണ്. കാരണം എല്ലാ അവയവങ്ങളുടെ കൂട്ടിത്തല്ലിയാൽ ശരിയാകത്തില്ല, എല്ലാം ഐക്യതയിൽ പോകണം. നമുക്ക് 2 വാക്യങ്ങൾ വായിച്ചു പോകാം. 4ന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. 4ന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായി തീരും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ശരീരം ഉണ്ടായതുപോലെ ഇരുന്ന പോലെ അത് വളരണം. അതെവിടെയാ, എങ്ങനെയായി തന്നെ? ക്രിസ്തുവെന്ന തലയോളം വളരണം. അത് അന്യോന്യം നമ്മള് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, സഭയിൽ എങ്ങനെയാ ശരീരത്തിൽ സഭയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, അല്ലെ? അവയവങ്ങളെ ശരീരത്തിൽ ഭിന്നത വരാതെ എല്ലാവരും ഒരുപോലെ പെരുമാറേണ്ടതായി ദൈവം ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പം ഭിന്നതയല്ല, ഐക്യത ഉണ്ടാകുവാനായിട്ട് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പം ഐക്യതയിൽ പോകണം. അപ്പം ദൈവത്തിന്റെ സഭയുടെ ശരീരത്തിന്റെ ആ ഐക്യതയും ആ വളർച്ചയെയും കുറിച്ചാണ് പറയുന്നത്. 5ാം അധ്യായം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു. അപ്പൊ 5ന്റെ 32 നമുക്കൊന്ന് വായിച്ചു പോകാം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സഭയിലുള്ള ഓരോ വ്യക്തികളെയും ദൈവം കുടുംബത്തിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നു. നാം കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ഈ ക്രിസ്തുവിലുള്ള പുതുമനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് 5ാം അധ്യായം പറയുന്നത്. അപ്പൊ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യന്റെ ജീവിതം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 6ാം അധ്യായം ക്രിസ്തീയ യുദ്ധത്തെ കുറിക്കുന്ന പ്രബോധനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആത്മീയമായ ഒരു പോരാട്ടം എപ്പോഴും ഉണ്ട്, അല്ലെ? നമ്മൾ പാപികളായിരുന്നപ്പോൾ നമുക്ക് ഇത്രയൊന്നും പോരാട്ടമില്ലായിരുന്നു. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഒരു വലിയൊരു പോരാട്ടം നമുക്ക് ഉണ്ട്. 6ന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ കാണുന്നത്. ആ ആത്മീയ പോരാട്ടത്തിൽ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ സജ്ജരാകണമെന്ന് പറയുന്നു. നമുക്കറിയാം, വായിക്കുന്നില്ല. നമ്മൾ അവിടെ പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം എന്ന് പറയുന്നുണ്ട്. അവസാന ഭാഗങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. അത് മാത്രം നമുക്കൊന്ന് വായിച്ചു പോകാം. 19ഉം 20ഉം വാക്യങ്ങളിലെ താൻ ഈ സുവിശേഷത്തിന്റെ മർമ്മം സംസാരിക്കാൻ ചങ്ങല ധരിച്ച സേനാപതിയാണ് എന്നാണ് പൗലോസോട് പറയുന്നത്. അതിന്റെ അവസാന വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിക്കാം 19, 20. ഞാൻ ചങ്ങല ധരിച്ച് സേനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ
എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിന്റെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. പൗലോസിന് പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ നമ്മള് ഭൗതികമായി കാണുന്ന പോരാട്ടങ്ങളിൽ അധികമായി ആത്മീക തലത്തിൽ പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്നവരും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർക്കൊക്കെ ആത്മീകമായ പോരാട്ടം ഉണ്ട്. നമുക്കറിയാം, നമ്മൾ വചനം വായിക്കാനിരിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. അന്നേരം വിളിക്കാത്തവരെല്ലാം വിളിക്കും, അല്ലയോ? ചിലവർ അങ്ങോട്ട് വിളിക്കും, അന്ന് പിന്നെ എന്താ പറയുന്നേ, മീറ്റിങ്ങിന് പോകണമെന്ന് പറയും, വേറെ അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഡിന്നറിന് വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് കയറി വരും, അല്ലയോ? അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം നമ്മെ ദൈവത്തിന്റെ വചനത്തോട് കൂടി ഇരിക്കാതിരിക്കാൻ വേണ്ടി അത് സാത്താനാൽ നടക്കുന്ന പോരാട്ടമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാ, ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന് ആണ്. ഒരു ആത്മീകമായ പോരാട്ടമുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ നമ്മള് ആദ്യത്തെ കർത്താവായ ദൈവത്തിന്റെ ആ നിത്യ പരിപാടിയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ രക്ഷയെ കുറിച്ച്. രണ്ടാമത്തെ അധ്യായത്തില് ആ ഒരു വലിയൊരു മർമ്മം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. വിജാതീയരും അല്ലെങ്കിൽ യവനന്മാരും യഹൂദന്മാരും ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുമെന്ന് പറയുന്നുണ്ട്. മൂന്നാം അധ്യായത്തിൽ അവരെങ്ങനെയാണ് ഒരു ശരീരമായി തീരുന്നതെന്ന് പറയുന്നുണ്ട്. നാലാം അധ്യായത്തിൽ ആ ശരീരത്തിന്റെ വളർച്ചയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അതില് എല്ലാവരും ഐക്യതയോടെ ആയിരിക്കണമെന്ന് പറയുന്നു. നാലാം അധ്യായത്തില് ആ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. അത് ഓരോരുത്തരെ ദൈവമാക്കിയിരിക്കുമ്പോൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജോലിയിടങ്ങളിലാണെങ്കിലും അവരൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നാം അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ആറാമത്തെ അധ്യായം നമ്മൾക്കൊരു ആത്മീക പോരാട്ടമുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിധമൊക്കെ മനസ്സിലായോ? നമ്മൾ ഇനി ഓരോ വാക്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഒന്നാമത്തെ അധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പം ആദ്യത്തെ 3 വാക്യങ്ങൾ സല്യൂട്ടേഷൻ ആണ്. ഏതൊരു ലേഖനത്തിലേ ഉള്ളതുപോലെ, എക്സെപ്റ്റ് ഗലാത്യ ലേഖനം നമുക്കറിയാം. അവരുടെ അഭിനന്ദനം സല്യൂട്ടേഷൻ ആണ്. 3 മുതൽ 6 ആദ്യ ഭാഗം വരെ പ്രീ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ക്രിസ്തുവിലുള്ള മുൻ നിയമനമാണ്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ വീണ്ടെടുപ്പാണ്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ അനന്തര അവകാശമാണ്, ക്രിസ്തുവിലുള്ള അവകാശം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. പിന്നെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിലെ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്ഥാനം എന്താണെന്ന് പറയുന്നു. അപ്പം ക്രിസ്തുവിൽ നാം ആരാണ്, അതുപോലെ ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ നമ്മളിത് വായിച്ചു പോകുമ്പോഴേ 3 മുതൽ 14 വരെയുള്ള ഭാഗത്ത് അധികം കുത്തും കോമയൊന്നും കാണാറില്ല, അല്ലേ? 1, 2, 3 ഒക്കെ കാണത്തുള്ളൂ. എനിക്കൊന്ന് 2, 3 ഫുൾ സ്റ്റോപ്പേ ഉള്ളൂ. ഇത് ആദ്യം എഴുതിയപ്പോൾ ഇത് 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് ഒറ്റ സ്ട്രെച്ചിന് എഴുതിയതായിരുന്നു, കുത്തും കോമയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാലങ്ങൾക്ക് ശേഷം ആണ് അതിനെ കുത്തും കോമയും ഒക്കെ ആയിട്ട് വേർതിരിച്ചത്. ഇപ്പം പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകള് ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അത് വായിച്ച് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് മുറിച്ച് നമുക്ക് പഠിച്ച് എടുക്കാം, അല്ലെ? ഓക്കെ, നമുക്ക് ഇവിടെ എഴുതുന്നത് പൗലോസ് അപ്പോസ്തലനായിരുന്നു, ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, അല്ലെ? മെസ്സഞ്ചർ, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവൻ. അപ്പം ആ പ്രത്യേക ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? പ്രീച്ചിങ്, ടീച്ചിങ്, പിന്നെ സ്ക്രിപ്ചർ റൈറ്റിങ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം, സുവിശേഷം പ്രസംഗിക്കണം, വചനം പഠിപ്പിക്കണം, വചനം എഴുതണം. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഒന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ ലേഖനം 12:12. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നുണ്ടല്ലോ. അപ്പം
ആ വചനം പഠിപ്പിക്കണം, സുവിശേഷം പ്രസംഗിക്കണം, ലെറ്റർ എഴുതണം. അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളുകളും വീര്യപ്രവൃത്തികളാലും, അങ്ങനെയൊക്കെ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് അപ്പോസ്തലന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ആ പർപ്പസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ പർപ്പസിനാ അവരെ വിട്ടേക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തോലന്റെ അധികാരങ്ങളും ഉണ്ട് അല്ലെ. നമുക്കറിയാം അപ്പോസ്തോലൻ ഗലാത്യ ലേഖനവും കൊരിന്ത്യർ ലേഖനവും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചെറിയവൻ എന്നാണ്. താൻ നമുക്കറിയാം കാഴ്ചയിൽ 4 അടി 9 ഇഞ്ച് അത്രയൊക്കെ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. 5 അടിയിൽ താഴെ ഉള്ളതാണ്. അപ്പൊ പൗലോസ് കുറുകിയവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. അപ്പൊ ഇത് എഴുതുന്നത് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പം എല്ലാ കുത്തും കോമയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇവിടെ നമ്മള് വിശുദ്ധന്മാർക്ക് എഴുതുന്നെങ്കിലും നമ്മൾ എഫേസോസിലെ വിശുദ്ധന്മാർക്കെന്ന് എഴുതുമ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റ് കാണുന്നില്ലേ? ബ്രാക്കറ്റ് കാണുന്നുള്ളത് പിന്നീട് എഴുതി ചേർത്തതാണെന്ന് കരുതപ്പെടുന്നു. കാരണം നമ്മുടെ ബൈബിളിൽ അത് ബ്രാക്കറ്റിലാണ് കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങ് വായിച്ചു പോകും, നമ്മൾ ആരും ഒന്നും ശ്രദ്ധിക്കത്തുമില്ല. പക്ഷെ ഇവിടെ പറയുന്ന വേദ പഠിതാക്കൾ പറയുന്നത് ആദ്യത്തെ 1-2 കയ്യെഴുത്ത് പ്രതികളിൽ ഈ എഫെസോസിൽ എന്നുള്ള ആ ഒരു ബ്രാക്കറ്റിലുള്ള സ്ഥലം കണ്ടിരുന്നില്ല, അങ്ങനെ എഴുതിയിരുന്നില്ല. ആ സ്ഥലം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയായിരുന്നു. ഇത് പിന്നീട് എഴുതി ചേർത്തതായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പൗലോസ് അപ്പോസ്തലൻ 3 വർഷത്തോളം അവിടെ താമസിക്കുകയും അനേകരെ സുവിശേഷം അറിയിക്കുകയും അനേക സഭകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹൗസ് ചർച്ചസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇതൊരു സർക്കുലർ ലെറ്റർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു സ്ഥലത്തിൽ നിന്ന് ആ സ്ഥലത്ത് എല്ലാവർക്കും കൂടെ എഴുതുന്ന, ഒരു സഭയിൽ വായിച്ചതിന് ശേഷം മറ്റുള്ള സഭകളിലേക്കും അയക്കുന്നതായിരുന്നു. അപ്പം ഒരിടത്ത് തുറന്നോസിന്റെ പാഠശാലയിൽ താൻ ഞാൻ പഠിപ്പിച്ചു പോന്നു. അവരോടുകൂടെ താമസിക്കുകയും പണിയുകയും ചെയ്യുന്നപ്പോൾ അനേകരെ അറിയാമായിരുന്നു. ഇത് അവിടെ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും കൂടി എഴുതിയതാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു യുണീക്ക് ലെറ്റർ ആയിരുന്നു ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അത് വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. അപ്പം വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ ആർക്കാ എഴുതുന്നത്? വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്കാണ് എഴുതുന്നത്. വിശുദ്ധന്മാർ എന്ന നമ്മൾ കഴിഞ്ഞ ലേഖനങ്ങളിലൊക്കെ പഠിച്ചപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞായിരുന്നു. വിശുദ്ധന്മാർ എന്നാൽ അതിന്റെ അർത്ഥം സെയിന്റ്, ഇംഗ്ലീഷിൽ സെയിന്റ് എന്ന് പറയും. ദോസ് ഹു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു കാര്യത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, സെറ്റ് അപ്പാർട്ട് ഫോർ എ പർപ്പസ്. അപ്പം സെറ്റ് അപ്പാർട്ട്, നമ്മൾ എവിടുന്നാണ് നമ്മളെ സെറ്റ് അപ്പാർട്ട് ചെയ്തത്? വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ എ പർപ്പസ്. വി ആർ സെറ്റ് അപ്പാർട്ട് ഫ്രം ദ വേൾഡ് ആൻഡ് ഫോർ ക്രൈസ്റ്റ്. അപ്പം ലോകത്തിൽ നിന്ന് നമ്മെ വേർതിരിച്ച് ആർക്കു വേണ്ടിയാ വേർതിരിച്ചത്? ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ചതാണ് സെറ്റ് അപ്പാർട്ട്. അപ്പൊ അന്നത്തെ വിശുദ്ധന്മാർക്ക് എഴുതി, ഇന്ന് നമുക്കും വേണ്ടിയുള്ളതായതുകൊണ്ട് നാമും വിശുദ്ധന്മാരാണ്. അപ്പം വിശുദ്ധന്മാരെന്ന് പറയുന്നത് സെയിൻസ്, സെറ്റ് അപ്പാർട്ട് ഫോർ എ പർപ്പസ്. അപ്പൊ എവിടുന്നാണ് നമ്മളെ വേർതിരിച്ചത്? ലോകത്തിലായിരുന്നു നമ്മെ വേർതിരിച്ച് ആർക്ക് വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്തു? ക്രിസ്തുവിനു വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്തപ്പെട്ടവർ. അപ്പൊ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ് ഈ ലേഖനം. ഹോളി, ഇംഗ്ലീഷ് പറയുന്ന ഹോളി എന്നാ പറയുന്നത്, സെയിന്റ് അല്ലെങ്കിൽ ഹോളി എന്നൊക്കെ പല ട്രാൻസ്ലേഷനും കാണുന്നുണ്ട്. ഹോളി എന്ന് പറഞ്ഞാൽ വിശുദ്ധം എന്നർത്ഥം. ഹോളിയുടെ ഓപ്പോസിറ്റ് പദം ഏതാ? ഓർമ്മയുണ്ടോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അശുദ്ധമല്ല, സാധാരണ, കോമൺ. ഹോളി സാധാരണം. അപ്പൊ സാധാരണയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കി തീർത്തു. അപ്പം സാധാരണമായിരുന്നതിൽ നിന്ന്, സകല മനുഷ്യരോടുകൂടെ ആയിരുന്നവരിൽ നിന്ന്, സാധാരണ മനുഷ്യരിൽ നിന്ന്, ഈ ലോക മനുഷ്യരിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ഹോളിയാക്കി തീർത്തു. അപ്പം വിശുദ്ധം എന്നതിന്റെ ഓപ്പോസിറ്റ് അശുദ്ധമല്ല, കോമൺ, സാധാരണം എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ വിശുദ്ധന്മാർ, അതുപോലെ തന്നെ വിശ്വാസികൾ എന്നും പറയുന്നുണ്ട്. അപ്പം വിശുദ്ധന്മാർ എന്നത് വിശ്വാസികൾ ആണ് എങ്കിൽ തന്നെയും വിശുദ്ധന്മാർ എന്നത്
നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്ന ആ സ്ഥാനത്തെയാണ് കുറിക്കുന്നത്. നമ്മളുടെ ക്രിസ്തുവിലുള്ള സ്ഥാനത്തെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, വിശുദ്ധന്മാർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിശ്വാസികളാണ്, നാം എല്ലാവരും വിശുദ്ധന്മാരുമാണ്. പക്ഷെ നാം എല്ലാവരും വിശുദ്ധന്മാരാണെന്ന് നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. നാം വിശുദ്ധന്മാരാണ് എങ്കിലും എല്ലാവരും ശരിക്കും പൂർണ്ണമായും വിശുദ്ധന്മാരല്ല. പക്ഷെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ നമുക്ക് പൊസിഷണലായിട്ട് ദൈവം നമുക്കൊരു സ്ഥാനം വെച്ചിരിക്കുന്നു. ആ ഒരു പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് അവിടെ പറയുന്നത്. പൊസിഷൻ ഉണ്ട്, അതിനാൽ വിശുദ്ധർ വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ വിശുദ്ധരാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാർ എന്ന പൊസിഷൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. എങ്കിലും നാം പൂർണ്ണമായി വിശുദ്ധന്മാരായിട്ടില്ല. ഒരിക്കൽ നാം വിശുദ്ധരാകണമെന്നാണ് കർത്താവിന്റെ ഇഷ്ടം. 1:4 എങ്ങനെയാ പറയുന്നത്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ അവന് തിരഞ്ഞെടുത്തു. അപ്പം നാം വിശുദ്ധരാകണമെന്നാണ്, നാം ആ പൊസിഷൻ ഉണ്ട് നമുക്ക്, പക്ഷെ നാം വിശുദ്ധരാകണമെന്ന് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ വിശുദ്ധന്മാർക്കും ക്രിസ്തുവിൽ വിശ്വാസികളായവർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വാസികളുമായവർക്ക് എന്നാ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അത് പറയുന്നത് വിശ്വസ്തർ എന്നാണ്. വിശ്വസ്തർ ഇംഗ്ലീഷ് പറയുന്നത് ഹോളി ആൻഡ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നുണ്ട്, ഫെയ്ത്ത്ഫുൾ സെയിൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫെയ്ത്ത്ഫുൾ വിശ്വസ്തരായവർക്ക് എഴുതുന്നത്. നമ്മുടെ മലയാളത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നെങ്കിലും ഇംഗ്ലീഷിൽ അത് ഫെയ്ത്ത്ഫുൾ എന്നാണ്. അപ്പം നാം രണ്ടും കൂടി ഒരുമിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ സെയിന്റിന് എഴുതുന്നത്. അപ്പം വിശ്വസ്തരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പം നമ്മൾ ആരാണ്? വിശുദ്ധന്മാരാണ്, പക്ഷെ വിശ്വസ്തരാകണം. കർത്താവ് ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ എന്തുവാ? അവര് വിശ്വസ്തരായിരിക്കണം എന്നതാണ്. അപ്പം ഇത് എഫേസിലെ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ ഉള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പം വിശുദ്ധന്മാരായവർക്കും പൊസിഷണൽ സ്ഥാനം, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ ആയ ആൾക്കാർക്കുമാണ് എഴുതുന്നത്. അപ്പം ക്രിസ്തുവിലായവർ പൊസിഷൻ ഉണ്ട്, അവരതുപോലെ ഫെയ്ത്ത്ഫുളും ആയിരിക്കണം. ആ പൊസിഷൻ അനുസരിച്ചുള്ള കാര്യം നമ്മൾ ചെയ്യണം. ദൈവത്തിന്റെ മക്കളാകുമ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ എന്ന പൊസിഷനുള്ള സ്വഭാവം ആയിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പം ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ എന്നുള്ളത് ഈ ലേഖനത്തിലെ ഒരു പ്രധാന പദമാണ്. നമുക്ക് ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ അല്ലെ പുതിയ നിയമത്തിൽ തന്നെ 160-ലധികം പ്രാവശ്യം നമുക്ക് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വേർഡ് കാണുവാനായിട്ട് കഴിയും. 36 തവണ ഈ ലേഖനത്തിലും ആ പദം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ക്രിസ്തുവിനോട് എങ്ങനെ ചേർന്നിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് എന്താന്ന് വെച്ചാൽ ആ ഒരു യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, ബിലീവർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, ദൈവത്തിന്റെ പൈതൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരിക എന്ന അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തലനായ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്ന, ക്രിസ്തു 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം, ക്രിസ്തുവിൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു അല്ലെ. ആ മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ അതിന് തക്ക ഫലം കായ്ക്കാനായിട്ട് കഴിയില്ല. അതുപോലെ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് നല്ല ഫലം കായ്ക്കാനായിട്ട് കഴിയില്ല. അത് ക്രിസ്തുവിൽ. അതുപോലെ തന്നെ ക്രിസ്തുവിലാണ് നമുക്ക് എല്ലാ അവകാശങ്ങളും ഉള്ളത്. ക്രിസ്തുവിലാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. ക്രിസ്തുവിലാണ് ദൈവം നമ്മെ മുൻ നിയമിച്ചു, ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിലാണ് നമുക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത്. അവസാന ആ മർമ്മം നമ്മൾ പറഞ്ഞില്ലേ, 1:9-10, ക്രിസ്തുവിൽ
എല്ലാവരും ഒന്നായി ചേരുന്ന ഒരു കാല സമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് ദൈവം നമ്മെ മുൻ നിയമിച്ചതാണ്. അപ്പോൾ ഒരു വിശ്വാസിക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്, രക്ഷ മുതൽ തേജസ്കരണം വരെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് ക്രിസ്തുവിലാണ്, ഇൻ ക്രൈസ്റ്റ്. അപ്പം ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കൃപ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. രണ്ടാമത്തെ വാക്യം നമുക്ക് ഇന്ന് പോകാനായിട്ട് കഴിയത്തില്ല, 2ഉം 3ഉം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എഫേസിയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ്. നമ്മൾ എഫേസി ലേഖനം വായിക്കുമ്പോഴേ ശരിക്കും നമുക്ക് പൗലോസിന്റെ പ്രാർത്ഥനയൊക്കെ വായിക്കുമ്പോൾ ഞാൻ പറയും കടിച്ചാ പൊട്ടാത്ത വേടുകളൊക്കെയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര വർഷമായി ദൈവത്തിൽ ക്രിസ്തുവേശുവിലായിട്ട്? 8 വർഷമായ സഭയാണ്, 8 വയസ്സ് പ്രായമുള്ള ഒരു സഭയാണ് എഫേസി സഭ എന്നുള്ളത്. നമ്മൾ 10 വർഷമായാലും 15 വർഷമായാലും 20 വർഷമായാലും 50 വർഷമായവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? അപ്പം നമുക്കൊക്കെ ഇത് മനസ്സിലാകണം, ബുദ്ധിമുട്ടാണ്. അതുപോലെ അവർക്കിത് മനസ്സിലാകുമായിരുന്നു. അന്നത്തെ അവരുടെ ആത്മീയ ജ്ഞാനം എത്രയാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്. അവർ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, അവർ ഫെയ്ത്ത്ഫുൾ ആണ്, അവർക്ക് വേണ്ടി എഴുതുന്നതാണ്. എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്? അവരുടെ ആത്മീക വളർച്ച. അവർ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന യഹൂദന്മാരും വിശ്വസിക്കുന്ന യവനന്മാരും ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുക. ആ ശരീരം ക്രിസ്തുവിൽ വളരണം, ആത്മീക വളർച്ച പ്രാപിക്കണം, ക്രിസ്തുവിന്റെ തലയോളം ഉയരണം. ഇതാണ് ഈ അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. ദൈവം ഇത്രത്തോളം നമ്മെ ദൈവവചനം പഠിക്കുവാനായിട്ട് കൃപ തന്നു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. 2ാമത്തെ വാക്യം പഠിച്ചാൽ നോക്കിയാൽ നമുക്ക് അവിടെ എത്തുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് വായിച്ചൊക്കെ വരികയാണ്. നമ്മൾ കാണാതെ പഠിക്കണം. അതിനെല്ലാം ദൈവം നമ്മെ നമുക്ക് കൃപ തരട്ടെ. ഇത്രത്തോളം ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം നമുക്കും പഠിക്കുവാനായിട്ട് ദൈവം നമ്മുടെ കയ്യിൽ ഈ വചനം എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിന്റെ പുത്രന്റെ അനുരൂപതയിലേക്ക് വളരുവാനാണ് ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം നടത്തുന്നത്. അത് നമുക്ക് കുത്തുന്നതായിരിക്കണം. നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ ഓരോ ദിവസവും നമുക്ക് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് നമ്മെ കുത്തുകൊള്ളിക്കുന്നതായിരിക്കും, നമുക്ക് തീ കത്തുന്നത് പോലെയുള്ള അനുഭവം നമ്മുടെ വചനത്തിന്റെ അടുക്കിലേക്ക് വരണം. ഈ വചനമെല്ലാം നമ്മെ ക്രിസ്തുവിന് അനുരൂപമാകുവാൻ ഇടയാക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി അവന്റെ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.